സംസ്ഥാനത്തിന്റെ ചരിത്ര സാംസ്കാരിക ഭൂമികയിൽ തലപ്പൊക്കത്തോടെ നിൽക്കുന്ന ജില്ലയാണ് തൃശൂർ. നവോത്ഥാന രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ കാറ്റ് ഈ നാടിനെ പുതിയ വെളിച്ചത്തിലേക്ക് നയിച്ചു. കടലും കപ്പലും മണ്ണും മനുഷ്യരും വാണിജ്യ വ്യാപാര മണ്ഡലങ്ങളിലെ വളർച്ചയ്ക്ക് വേഗത കൊടുത്തു. ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ തൃശൂരിന്റെ പങ്ക് അവിസ്മരണീയമാണ്. പുരാതന കാലത്ത് ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന തൃശൂർ വിദേശ നാടുകളുമായി വാണിജ്യ ബന്ധം രൂപീകരിക്കുന്നതിൽ മറ്റു നാടുകളെക്കാളേറെ മുന്നിലായിരുന്നു. തൃശൂരിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ഇസ്ലാം, ക്രിസ്ത്യൻ, ജൂതമതങ്ങൾ എത്തിച്ചേർന്നതെന്ന് കരുതപ്പെടുന്നു. തൃശൂർ പിൽക്കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടാൻ ഇടയായത് ഇതുകൊണ്ടുകൂടിയാണ്. ചേരന്മാരുടെ ഭരണത്തിന് ശേഷം മഹോദയപുരം കുലശേഖരനും പെരുമ്പടപ്പ് സ്വരൂപവും കോഴിക്കോട് സാമൂതിരിയും യൂറോപ്യന്മാരും മൈസൂർ സുൽത്താനും ഭരിച്ച ഭൂപ്രദേശം 18-ാം നൂറ്റാണ്ടിൽ കൊച്ചി രാജ്യത്തിന്റെ ഭാഗമായി. ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ തൃശൂരിനെ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമാക്കുകയും നഗരത്തിന്റെ രൂപീകരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. മധ്യകാലത്തിന്റെ അവസാനം കുറിച്ച് ആധുനിക തൃശൂരിന്റെ ഉദയമായിരുന്നു അത്. കൊളോണിയൽ ഭരണത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് മറ്റിടങ്ങളിലെ പോലെ തൃശൂരിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികൾ വീശി. ഗുരുവായൂർ സത്യാഗ്രഹം രാജ്യമൊട്ടാകെ ശ്രദ്ധിച്ച ഒരു മുന്നേറ്റമായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രൂപീകരണം ഐക്യ കേരളം രൂപപ്പെടാനുള്ള ആദ്യ സുപ്രധാന നീക്കമായി മാറി. ഇന്നത്തെ തൃശൂർ അടിമുടി വളർച്ചയുടെ പാതയിലാണ്. രാജ്യത്തെ 4 പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് ബാങ്കുകളും 3 സംസ്ഥാന സർവകലാശാലകളും തൃശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്വർണ്ണ വസ്ത്ര വാണിജ്യ രംഗത്തെ നിരവധി വമ്പന്മാർ ഈ നഗരത്തിൽ നിന്നാണ്. പാരമ്പര്യ കലകളിൽ പ്രാവീണ്യരായ ഒട്ടനവധി കലാകാരന്മാരുടെ നാടുകൂടിയായ തൃശൂർ സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയുടെ കേന്ദ്രം കൂടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദും നഗരഹൃദയത്തിലെ വടക്കുംനാഥൻ ക്ഷേത്രവും പുത്തൻപള്ളിയും അടക്കം നിരവധി സുപ്രധാന ആരാധനാലയങ്ങൾ തൃശൂരിലുണ്ട്. തൃശൂരിന്റെ പെരുമ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് പൂരത്തിലൂടെ ആയിരിക്കണം. 200 വർഷത്തിലധികം പഴക്കമുള്ള പൂരം കേരളത്തിന് തന്നെ പ്രധാന ആഘോഷമാണ്. ഓണക്കാലത്തെ പുലിക്കളിയും ഗിന്നസ് റെക്കോർഡിൽ കയറിയ ക്രിസ്മസ് പാപ്പ സംഗമവും തൃശൂർ നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ചരിത്രത്തിന്റെ പ്രൗഢി പേറുന്ന ഈ തൃശൂരിന്റെ മണ്ണിലേക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാർണിവലായ ഹാർഫെസ്റ്റ് എത്തുന്നത്. കുടമാറ്റത്തിന്റെ വാശിയും വർണ്ണവും പോലെ, മേളപ്പെരുക്കത്തിന്റെ ലഹരി പോലെ ഡിസംബർ 26 മുതൽ 31 വരെ ശക്തൻ ഗ്രൗണ്ടിലാണ് ഹാർഫെസ്റ്റ് അരങ്ങേറുന്നത്. കളികളും സംഗീത വിരുന്നുകളും ഷോപ്പിംഗും ഫുഡ് കോർട്ടും അടങ്ങുന്ന ഹാർഫെസ്റ്റ് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാനുള്ള വിഭവങ്ങൾ നിരത്തും. തൃശൂർ നഗരം നിങ്ങൾക്ക് ഒന്ന് ചുറ്റിയേ പോകാനാവും. ഈ ക്രിസ്മസ് അവധിക്കാലത്ത് നഗരത്തിന്റെ ഒരു കോണിൽ ചുറ്റിത്തിരിഞ്ഞു വരുന്നവരെ കാത്ത് ഹാർഫെസ്റ്റും ഉണ്ടായിരിക്കും. ആഘോഷങ്ങളുടെ നഗരിക്ക് പുത്തൻ അനുഭവം സമ്മാനിക്കാം. ഹാർഫെസ്റ്റ്, Kerala's biggest carnival, an initiative of ISA Foundation in collaboration with Bon Natale.